പ്രമുഖ സംഗീത സംവിധായകൻ SP വെങ്കിടേഷ് അന്തരിച്ചു. അന്ത്യം ചെന്നൈയിലെ വീട്ടിൽ. ഓർമ്മയായത് മലയാളത്തിലടക്കം 150ഓളം ചിത്രങ്ങൾക്ക് സംഗീത സംവിധാനം നിർവഹിച്ച പ്രതിഭ. സ്വർണ്ണക്കൊള്ളയിൽ പ്രക്ഷുബ്ധമായി നിയമസഭ. അസാധാരണ പ്രതിഷേധവുമായി പ്രതിപക്ഷം. സ്പീക്കറുടെ ഡയസിൽ ചാടിക്കയറി അൻവർ സാദത്ത്. ബാനർ പിടിച്ചുവാങ്ങി വാച്ചൻ വാർഡ്. എല്ലാ ദിവസവും ആവർത്തിച്ചു പറയുന്നുണ്ട്, അംഗങ്ങളില്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിനും മൈക്ക് തരില്ലെന്ന്. ഭരണകക്ഷി അംഗങ്ങൾ മുഴുവൻ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ എല്ലാ മന്ത്രിമാർക്കും അങ്ങ് മൈക്ക് കൊടുത്തു. ബഹുമാനപ്പെട്ട നിയമമന്ത്രി നേരത്തെ ഹൈക്കോടതിയുടെ വിധിയെപ്പറ്റി, ഹൈക്കോടതിയുടെ നിഗമനങ്ങളെപ്പറ്റി, ഹൈക്കോടതി നടത്തിയ പരാമർശങ്ങളെക്കുറിച്ച് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അത് പ്രതിപക്ഷ നേതാവ് കേട്ട ഭാവം നടിച്ചില്ല. അതിനെക്കുറിച്ച് ഒരക്ഷരവും അദ്ദേഹത്തിന് പ്രതികരിക്കാനില്ല. അയ്യപ്പ ഗാനത്തിന്റെ പാരഡിയുമായി വീണ്ടും പ്രതിപക്ഷവും ഭരണപക്ഷവും. രാഹുൽ മാങ്കൂട്ടത്തിലിനെ അയോഗ്യനാക്കാനുള്ള എത്തിക്സ് കമ്മിറ്റി നീക്കത്തിനെതിരെ UDF. കേസിൽ പ്രതിയായി എന്നതിന്റെ പേരിൽ അയോഗ്യനാക്കാനാകില്ലെന്ന് സതീശൻ. എത്തിക്സ് കമ്മിറ്റി കൂടി ഡിസ്ക്വാളിഫൈ ചെയ്യണം എന്ന് പറയുന്നതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. അതിനുള്ള അധികാരം എത്തിക്സ് കമ്മിറ്റിക്കും ഇല്ല, നിയമസഭയ്ക്കും ഇല്ല, കോമ്പിറ്റൻസി ഇല്ല. അപ്പോൾ ഒരു ആവശ്യമില്ലാത്ത പ്രീസിഡൻസ് ഉണ്ടാക്കാൻ പാടില്ല. കോൺഗ്രസ് ഇങ്ങനെ ഒരു നിലപാട് എടുത്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്ന് MP ഗോവിന്ദൻ. CJ റോയുടെ സാമ്പത്തിക ഇടപാടുകളിൽ പരിശോധന. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇന്ന് പുറത്തുവരും. ടാക്സ് ടെററിസം എന്ന വ്യവസായ ലോകം. പ്രധാനമന്ത്രിയെ ടാഗ് ചെയ്ത് എക്സിൽ പോസ്റ്റ്. ഇന്ത്യ US വ്യാപാര കരാറിന് ധാരണ. തീരുവ 18% കുറയ്ക്കും. ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തണമെന്ന് അമേരിക്ക. രണ്ട് സാമ്പത്തിക ശക്തികൾ ഒന്നിച്ചു നിൽക്കുന്നത് ഗുണം ചെയ്യുമെന്ന് പ്രധാനമന്ത്രി. തിരുനാവായിൽ മഹാമാഘത്തിന് ഇന്ന് സമാപനം. നാഗസന്യാസി വര്യന്മാരും ഭക്തജനങ്ങളും ഉൾപ്പെടെ പങ്കെടുക്കുന്നത് ആയിരങ്ങൾ. വൈകിട്ട് നിള ആരതിയോടെ ഔദ്യോഗിക സമാപനം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന നിലപാടിൽ ഉറച്ച് K മുരളീധരൻ. ലീഗ് വാഗ്ദാനം ചെയ്ത ഗുരുവായൂരും വേണ്ടെന്ന് മുരളി News 18നോട്. പക്ഷേ ലീഗിനോട് അന്ന് K കരുണാകരനുള്ള സ്നേഹം അതിപ്പോൾ ലീഗിന് താങ്കളോടുണ്ട്. താങ്കൾ എവിടെ നിന്ന് വേണമെങ്കിലും മത്സരിച്ച് ജയിച്ചു വരണമെന്ന് ലീഗ് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഗുരുവായൂർ വേണമെങ്കിൽ അവർക്ക് വിട്ടുതരും. അല്ല, അവർക്ക് വിട്ടു എന്നാൽ സബ്സ്റ്റിറ്റ്യൂട്ട് സീറ്റ് കൊടുക്കണ്ടേ? രണ്ട് കാര്യമുണ്ട്. ഒന്ന്, ഗുരുവായൂർ അല്ലെങ്കിൽ അവർക്ക് അങ്ങനൊരു ഫൈറ്റിംഗ് ചാൻസുള്ള സീറ്റ് വേറെ ഇല്ല തൃശ്ശൂർ ജില്ലയിൽ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വെറുതെ അവർ ഡിസ്റ്റർബ് ചെയ്യാൻ നിൽക്കണ്ട. മാത്രമല്ല, അവർ സ്ഥാനാർത്ഥികളാക്കാൻ പരിഗണിക്കുന്ന പല പേരുകാരും കഴിഞ്ഞ ലോക്സഭയിൽ എനിക്ക് വേണ്ടി സജീവമായിട്ട് ഫീൽഡുണ്ടായിരുന്നു. കൊച്ചിയിൽ ലത്തീൻ സഭയുടെ സമ്മർദ്ദത്തിൽ UDF. മഞ്ചേശ്വരത്ത് പിതാവ് മകളെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ പരിക്കേറ്റ് ചികിത്സയിലിരുന്ന ബന്ധുവും മരിച്ചു. മരിച്ചത് അക്രമം തടയുന്നതിനിടെ പരിക്കേറ്റ ഷേഖ് അബ്ബ. അരുൺകൊലയ്ക്ക് പ്രകോപനം. പ്രതിയും ഭാര്യയും തമ്മിലുള്ള വിവാഹബന്ധം വേർപെടുത്താനുള്ള തീരുമാനം.